ഒരു ജോലിക്ക് 100 മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാര്യം സത്യമാണ്. ഇത് പറഞ്ഞേക്കുന്നത് വേറെ ആരുമല്ല, ശുക്രണ്ണനാണ്. അതായത് പുള്ളീൻ്റെ മറ്റേ സൂപ്പർ ഇൻ്റലിജൻസിലാവുന്നില്ല, ആ ഒരു പരിപാടിയിലേക്കാണ് ആൾക്കാരെ വേണ്ടത്. ഇപ്പം തന്നെ കുറച്ച് ആൾക്കാരെ പുള്ളി എടുത്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത് അലക്സാണ്ടർ വാങ്ങണം, നമ്മുടെ സ്കെയിലേൻ്റെ സിഇഒയും അതേപോലത്തെ ഫൗണ്ടറായിട്ടുള്ള ആ ഒരു പുള്ളീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും ആൾക്കാരെ വേണം. അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ 100 മില്യൺ എന്ന് പറയുന്ന ആ ഒരു സംഖ്യ കിട്ടുന്നത്. ഒരാൾക്ക് 100 മില്യൺ. അതിനകത്ത് ഏകദേശം 90% സ്റ്റോക്സ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി റെമ്യൂണറേഷനും പരിപാടിയെല്ലാം അവന്മാർ ചെയ്യുന്നത്. ഇതിൻ്റെ ആക്ച്വലി പറ്റിപ്പോയ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ലാമ മോഡലുണ്ട്, അത് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 14 ആൾക്കാർ ചേർന്നിട്ടാണ്. അവർ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു AI ഡ്രിവൺ പരിപാടിക്ക് വേണ്ടി ആകെയുള്ളത് 3 പേരാണ്. ആ 14 പേരിൽ ബാക്കി 11 പേരും വേറെ വേറെ കമ്പനികളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പം AI എഞ്ചിനീയേഴ്സിൻ്റെ വളരെ വലിയൊരു ക്ഷാമം നമ്മുടെ മെറ്റയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ ശുക്രണ്ണൻ ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആ മാറിപ്പോയ ആൾക്കാരെല്ലാം പോയേക്കുന്നത് മിസ്റ്റൽ, ഓപ്പൺ AI, മൈക്രോസോഫ്റ്റ് അങ്ങനെ വലിയ കമ്പനികളിലേക്കാണ്. അപ്പം എല്ലാവരുടെയും കൂടെ പിടിക്കണമെങ്കിൽ നമുക്കും ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ശുക്രണ്ണൻ ഈ ഒരു പരിപാടി പിടിച്ചേക്കുന്നത്.